सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। മനുഷ്യനിൽ സ്വതവേയുള്ള പരിപൂർണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്ന് വിവേകാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ പരിപൂർണതയെ സാക്ഷാത്കരിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യമെന്ന് കാലങ്ങൾക്ക് മുൻപേ തന്നെ ലോകത്തോട് ഉദ്ഘോഷിച്ച മഹാമനീഷിയാണ് ആദി ശങ്കരാചാര്യ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് പാവനമായ പുണ്യഭൂമിയാണ് പെരിയാറിന്റെ തീരപ്രദേശത്തായി സ്ഥിതി ചെയ്യുന്ന കാലടി. എല്ലാ ജീവജാലങ്ങളെയും അദ്വൈത സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ രണ്ടല്ല എന്ന് കാണുവാൻ പഠിപ്പിച്ച ആചാര്യസ്വാമികളുടെ ദീർഘദർശനങ്ങളും തത്വചിന്തകളും മാറ്റൊലികൊള്ളുന്ന കാലടി കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ ആചാര്യഭഗവത് പാദരുടെ വിജ്ഞാന ചിന്താധാരകളെ പിന്തുടർന്നുകൊണ്ട് അനേകം വിദ്യാലയങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അവയിൽ ഏറ്റവും പഴക്കം ചെന്നതും പ്രൗഢവുമായ സ്ഥാപനമാണ് ശ്രീശങ്കര കോളേജ്. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടിക്ക് അർഹിക്കുന്ന സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ച ആഗമാനന്ദ സ്വാമികളാണ് ഈ കോളേജിന്റെ സ്ഥാപകർ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് അദ്ദേഹം. സനാതനധർമ്മ വിദ്യാർത്ഥി സംഘം രൂപീകരിച്ചതും അദ്ദേഹം തന്നെ. സ്വാമികളുടെ ദീർഘവീക്ഷണത്താലും അനുഗ്രഹത്താലും കോളേജ് മികവിന്റെ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ശൃംഗേരി ശ്രീ ശാരദാപീഠം ജഗദ്ഗുരു ശ്രീ ശ്രീ ഭാരതീതീർത്ഥ മഹാസ്വാമികളുടെയും ശ്രീ ശ്രീ വിധുശേഖര ഭാരതി മഹാസ്വാമികളുടെയും സാരഥ്യത്തിലും സംരക്ഷണയിലുമാണ് ഇന്ന് ശ്രീശങ്കര കോളേജ് വിജ്ഞാനോപാസനയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 1954 ഈ കലാലയത്തിന്റെ തുടക്കം. കൊച്ചി മഹാരാജാവിന്റെയും മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1953 ഓഗസ്റ്റ് 28 കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. കലാലയ ജീവിതം വ്യക്തിത്വ വികാസത്തിന്റെ യഥാർത്ഥ സമയമാണ്. വിദ്യാർത്ഥികളുടെ കഴിവ് വർദ്ധിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ അവബോധം നൽകുന്ന പഠനരീതിയോടൊപ്പം സാമൂഹികമായ ഉന്നമനവും ലക്ഷ്യമിടുന്ന ഈ കലാലയം എല്ലാ മേഖലകളിലും ഉന്നത വിജയം കൈവരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കെന്നും വഴികാട്ടികളാവുന്ന യോഗ്യരായ അധ്യാപകർ ശങ്കരയുടെ ചരിത്രം കാത്തുസൂക്ഷിക്കുന്നു. വിദ്യാർത്ഥികളുടെ പരിപൂർണ പങ്കാളിത്തമില്ലാതെ ഈ വിജയം സാധ്യമാവുമായിരുന്നില്ല. ഇതെല്ലാം പുതിയ വിദ്യാർത്ഥികൾക്ക് നല്ല പ്രചോദനം നൽകട്ടെ. കലാപരവും പാഠ്യേതരവുമായ വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഇവിടം നിങ്ങൾക്കായുള്ള ഒരു ഉത്തമ വേദി കൂടിയാണ്. ഇത്രയും ഹരിതാപം നിറഞ്ഞൊരു ക്യാമ്പസ് കേരളത്തിൽ തന്നെ വളരെ വിരളമാണ്. കുട്ടികൾക്ക് വേണ്ടി മിതമായ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിശാലമായൊരു ക്യാൻറ്റീനും നമ്മുടെ കോളേജിലുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ഏത് വിഷയത്തെപ്പറ്റിയും ആഴത്തിൽ പഠിക്കുവാൻ സഹായിക്കുന്ന ഉന്നത നിലവാരത്തിലുള്ള മികച്ച ഒരു ലൈബ്രറി നമ്മുടെ കോളേജിലുണ്ട്. അത് നിങ്ങളുടെ അറിവിനെ എന്നും വിപുലീകരിക്കുന്നത്. കുട്ടികളുടെ വ്യക്തിത്വ വികാസം പൂർണ്ണമാക്കുന്ന തരത്തിലുള്ള ക്ലബ് പ്രവർത്തനങ്ങൾ, NSS, NCC ഗ്രൂപ്പുകൾ, കലാകായിക പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ശങ്കര കോളേജിനെ എന്നും മികവുറ്റതാക്കുന്നു. കായിക മേഖലയിൽ ശങ്കര കോളേജ് കൈവരിച്ച നേട്ടങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്.
കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും കുട്ടികൾക്ക് ആരോഗ്യപരമായി സമയം ചിലവഴിക്കുവാൻ സഹായിക്കുന്നതുമായ ഔട്ട്ഡോർ കായിക വിനോദങ്ങൾക്കായുള്ള മൈതാനങ്ങളും മികച്ച ഒരു ഇൻഡോർ സ്റ്റേഡിയവും കൂടാതെ ഒരു ജിംനേഷ്യവും കോളേജിലുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പുതിയ ആശയങ്ങളും പദ്ധതികളും ഫലപ്രദമായി നടപ്പാക്കുവാൻ ഏവരുടെയും പൂർണ്ണ സഹകരണം ആവശ്യമാണ്. കാലത്തോടൊപ്പം സഞ്ചരിച്ച് രാഷ്ട്രഹിതത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്ന വീക്ഷണത്തിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത്. മാറുന്ന തൊഴിൽ മേഖലയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയും അവരുടെ ജോലി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതും കോളേജിന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത്രമാണ് കലാലയ ജീവിതം പൂർണ്ണമായി ആസ്വദിക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ജീവിതത്തോട് കൂടുതൽ അടുത്തു നിൽക്കുക, കൂടുതൽ വ്യക്തികളെയും സാധ്യതകളെയും പരിചയപ്പെടുക, അതോടൊപ്പം സ്വയം രൂപപ്പെടുകയും വളരുകയും ചെയ്യുക. തൊഴിൽ സാധ്യതകളുള്ള പുതിയ കോഴ്സുകൾ, കുട്ടികളുടെ നൈപുണ്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ക്ലാസുകൾ, മികച്ച തൊഴിൽ പരിശീലനങ്ങൾ, പ്രമുഖ സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം അധ്യയനപരമായും തൊഴിൽപരമായും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുവാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അത്യാധുനിക സംവിധാനങ്ങളുള്ള ലബോറട്ടറികൾ, നിത്യേനയുള്ള പരിശീലനങ്ങൾ എന്നിവ കുട്ടികളെ അതാത് വിഷയങ്ങളിലുള്ള അറിവ് വിപുലമാക്കുവാനും അതോടൊപ്പം തന്നെ തൊഴിൽ യോഗ്യരാകുവാനും സഹായിക്കുന്നു. മാറുന്ന ജോലി സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള പുതുപുത്തൻ ഉപകരണങ്ങളാണ് ഓരോ ലാബിലുമുള്ളത്. പഠിക്കുന്ന വിഷയവുമായി കൂടുതൽ അടുക്കുവാൻ ഇത് വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. അധ്യയന മികവിൻ്റെ കാര്യത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലെ വിജയകരമായ മുന്നേറ്റങ്ങളുടെ കാര്യത്തിലും ശ്രീശങ്കര കോളേജ് തുടർച്ചയായി രചിച്ചുകൊണ്ടിരിക്കുന്ന സുവർണ ചരിത്രത്തെ നിലനിർത്തുവാനും വിജയത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുവാനും ഓരോ വിദ്യാർത്ഥിക്കും കഴിയട്ടെ. Namaste and welcome to all the students who are joining the first year course in Sri Shankara. As aspirants of higher learning, you should feel blessed that you are joining a course in Sri Shankara College. In fact, this was started in the year 1954. Every time you speak to an alumni, they will tell you as to how this institution has helped them to shape their life and career. This college offers a wide range of courses in the PG level and also in the degree level. We have also a self-financing college which offers courses in microbiology, biochemistry, biotechnology, etc. Academics is very strong in this institution. By now, you might have understood the strength of academics in our college, going by the cut-off mark that you have got admission. Dear students, you have joined one of the most eco-friendly campus in the state, and you are joining a college where academics, extracurricular activities in all fields are given much importance. We have a good sports team, we have a good team of various artists and who are part of cultural activities. We have a very strong NSS unit. You have chosen a college where not only academics is strong, but all other extracurricular activities are also given due importance. We have a good team of staff members in all disciplines who will help you to guide and mentor your future, your career. I sincerely hope that you will have a wonderful time in this campus. You should enjoy your college life at the same time.
give maximum importance to your academics, because only that will help you to have a safe future in your life. For the parents also, I would humbly request that give your students an atmosphere to learn, to study, and participate in all activities of the college. You should give them the inspiration, and if a student has a good atmosphere at home, certainly that will reflect in their overall development. Wishing all students a bright future. Thank you very much. കാലടി ശ്രീശങ്കര കോളേജിൽ 1972-75 കാലഘട്ടത്തിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് കോളേജിലേക്ക് വന്നത് ഒരു ഡിഗ്രി കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് പ്രീ ഡിഗ്രി ഞാൻ മറ്റൊരു കോളേജിലാണ് ചെയ്തത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കോളേജിലേക്ക് വരികയാണ്. ഇനിയാണ് കോളേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, കോളേജ് വിദ്യാഭ്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കാലടി ശ്രീശങ്കര കോളേജിന് നിങ്ങളുടെ ഉപരിപഠനത്തിനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തതിന് ആദ്യമായി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അഭിനന്ദിക്കുന്നു. ഒട്ടേറെ ചരിത്രവും ഒട്ടേറെ നല്ല പാരമ്പര്യവുമുള്ള നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണത്. അവിടെ പഠിച്ച എത്രയോ പ്രഗത്ഭര് ഇന്ന് ലോകത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ സേവനം ചെയ്തു, ഇതിനുമുമ്പ് സേവനം ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് അവിടെ പഠിക്കാൻ വരുമ്പോൾ കരുണാകരപ്പിള്ള സാറായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പൽ. ഞാൻ വന്നത് തൃക്കാക്കര ഭാരതമാത കോളേജിൽ നിന്നായിരുന്നു. അപ്പം അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് സയൻസ് ഗ്രൂപ്പ് എടുത്തിരുന്നത്. എനിക്കാണെങ്കിൽ ഫിസിക്സിന് 92% മറ്റു മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, എവിടേക്കാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പോകണമെന്നുള്ളത്. കാരണം സയൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ പഠിച്ചിട്ടല്ല, എൻ്റെ ലൈൻ വേറെയാണെന്ന് തോന്നുന്നത്. അതെന്താണ് എന്നുള്ളത് അത്ര വ്യക്തമായിരുന്നില്ല. പക്ഷെ എന്നാലും ഇതല്ല എന്നുള്ളതും വേറെ എന്തോ ആണെന്നുള്ളത് തോന്നുന്നത്. അപ്പോൾ അവിടേക്ക് എൻ്റെ ജീവിതത്തെ ഗൈഡ് ചെയ്യാനായിട്ട് അന്ന് ഞാൻ ബോധപൂർവം തിരഞ്ഞെടുത്തതാണ്. സാർ എന്നോട് ചോദിച്ചു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, തനിക്ക് എന്താ പറ്റിയേ, ഇത്രയും മാർക്കുണ്ടായിട്ട് എന്തുകൊണ്ട് സയൻസ് പഠിക്കുന്നതാണ്? കാരണം അന്ന് സയൻസ് ഗ്രൂപ്പിന് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതിന് വലിയ പാടായിരുന്നു. ആർട്സ് ഗ്രൂപ്പ് അത്രയും പ്രാധാന്യമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഹ്യൂമാനിറ്റീസിനാണ് പ്രാധാന്യം എന്ന് എനിക്ക് തോന്നുന്നു. എന്തുവാട്ടെ, കാലടി ശ്രീശങ്കര കോളേജിലേക്ക് കാലെടുത്ത് വെക്കുന്ന നിങ്ങളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ആ ചരിത്രവും ആ തനിമയും ആ പാരമ്പര്യമൊക്കെ മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. മാനേജ്മെൻറ്റിനെ അഭിനന്ദിക്കുന്നു. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ, ഇതിനു മുമ്പുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റർ എൻ്റെ പ്രിയ സുഹൃത്തായിരുന്നു നമ്മുടെ സീനിയർ അഡ്വക്കേറ്റ് ശ്രീ BS കൃഷ്ണൻ. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ആനന്ദ് അഡ്വക്കേറ്റ്, സീനിയർ അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ അധ്യാപകരെയും എല്ലാവരെയും ഞാൻ എന്താ പറയുക, ഒരു ഗുരു എന്നുള്ള കണക്കിന് നിങ്ങളെല്ലാവരും ഞാൻ വന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുട്ടികളെ നന്നായിട്ട് വാർത്തെടുക്കാൻ തക്കവണ്ണമുള്ള നല്ല ഒരു ജ്ഞാനം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കുട്ടികൾ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ദേ ആർ എൻട്രസ്റ്റഡ് ഇൻ യുവർ ഹാൻഡ്സ്. ട്രസ്റ്റാണ്. മാതാപിതാക്കന്മാരും അവരുടെ ഗാർഡിയൻസ് എല്ലാം ഒരു ട്രസ്റ്റോടുകൂടി നിങ്ങളെ ഏൽപ്പിച്ചു തന്നിരിക്കുക. നിങ്ങളുടെ കൈകളിൽ അവർ സുരക്ഷിതരാണെന്നും നിങ്ങളുടെ കൈകളിലൂടെ അവർക്ക് അറിവും അവർക്ക് പരിശീലനവും അവർക്ക് ഒരു സാമൂഹിക ഒരു കമ്മിറ്റ്മെൻറ്റ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്ലേ, ഇൻഫർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ, സമൂഹത്തെ ഒന്ന് വാർത്തെടുക്കാനും മാറ്റിയെടുക്കാനുമുള്ള ഒരു കഴിവും അവർക്ക് ലഭിക്കും എന്ന് മാതാപിതാക്കന്മാരും അവരുടെ പ്രിയപ്പെട്ടവരും ഒരു വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചിരിക്കുക. ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ അന്ധകാരം നീക്കുന്നവനാണ്. ഈ കുട്ടികളുടെ മനസ്സിൽ അന്ധകാരമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അന്ധകാരങ്ങൾ. നമ്മളൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ടുള്ള ചില എന്താ പറയുക അപൂർണമായ അറിവുകൾ, അല്ലെങ്കിൽ അപക്വമായ അറിവുകൾ, അല്ലെങ്കിൽ തെറ്റായ അറിവുകൾ. അപ്പോൾ അതെല്ലാം മനസ്സിൽ നമ്മൾക്ക് മാറ്റം ചെയ്യണം. ടു അൺലേൺ വാട്ട് വി ഹാവ് ഓൾറെഡി ലേൺ റോങ്ലി. ഇതാണ് ഒരു വലിയ പ്രക്രിയ. അത് ഗുരുവിനെ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ച തെറ്റുകളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുക. അതാണ് അന്ധകാരത്തെ മാറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ അന്ധകാരം മാറ്റുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുമുഖത്ത് നമ്മൾ പഠിക്കുന്നത് അന്ധകാരം മാറ്റാനുള്ള അഭ്യാസങ്ങളല്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കലാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അഭ്യാസങ്ങളാണ്, വിദ്യ അഭ്യസിക്കലല്ല. പ്രിയപ്പെട്ട കുട്ടികളെ,
വിദ്യ അഭ്യസിക്കാനാണ് നമ്മൾ കലാലയങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അഭ്യാസങ്ങൾ പഠിക്കാനല്ല. അഭ്യാസങ്ങൾ പഠിച്ചുകൊണ്ട് താൽക്കാലികമായ വിജയം നമുക്കുണ്ടാവാം. പക്ഷേ പരീക്ഷയിൽ ജയിച്ചാലും പരീക്ഷണങ്ങളിൽ നമ്മൾ തോറ്റുപോകും. പരീക്ഷയിൽ ജയിച്ചാലും മത്സരത്തിൽ നമ്മൾ ജയിച്ചാലും ജീവിതത്തിൽ നമ്മൾ തോറ്റുപോകും. നമുക്കൊന്ന് തീരുമാനം എടുക്കണം. നമുക്ക് പരീക്ഷയിൽ ജയിക്കണോ, ജീവിതത്തിൽ വിജയിക്കണോ? ജീവിതം ഒരു മത്സരം തന്നെയാണ്, ഇത് സംശയമില്ല. പക്ഷെ എങ്ങനെയും വിജയിക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ഗുരുവിൽ നമ്മൾ പഠിക്കേണ്ടത്. നേരായ വഴിയിലൂടെ സത്യസന്ധമായി ജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു വിജയം, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിജയം, നമുക്ക് നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കുറ്റപ്പെടുത്താത്ത ഒരു വിജയം, ആ വിജയം നമുക്ക് കൈപ്പിടിക്കാൻ കഴിയണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു ദൃഢനിശ്ചയം. ആ ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നേറാൻ എളുപ്പമാണ്. കാരണം ഈ നിശ്ചയബോധവും ഈ ദൃഢനിശ്ചയവും ഒരു ലക്ഷ്യബോധവും നമ്മുടെ മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എവിടേക്ക് പോകുന്നു, എന്തിനു പോകുന്നു ഒരു അറിവുണ്ടാവില്ല. അപ്പം നമുക്കൊരു ലക്ഷ്യബോധം എന്നുള്ളത് ആ പോകുന്ന വഴി അറിയാനും ആ വഴിയിലൂടെ നടന്നാലേ അവിടെ എത്തുകയുള്ളൂ എന്ന് തിരിച്ചറിയാനും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ആ ലക്ഷ്യബോധത്തോടുകൂടി നമുക്ക് പോകാൻ സാധിക്കണം. എന്തിന് ഞാൻ പഠിക്കുന്ന ഓരോ വിഷയത്തിന് പിന്നിലുള്ളത് വെറും കേവലമായ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. മാർക്ക് വാങ്ങിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എന്തോ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ അന്ന് അവിടുന്ന് പഠിച്ച ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. അവർ ചിലരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. വളരെ സ്നേഹത്തോടെ ആദരവോടെയാണ് ഞാൻ അവർ ഓർക്കുന്നത്. കാരണം അവരാരും പഠിപ്പിച്ചത് ഇംഗ്ലീഷിൽ തന്നെ ഷേക്സ്പിയറോ മിൽട്ടണോ വേർഡ്സ്വർത്തോ മാത്രമായിരുന്നു. എനിക്ക് അപ്പുറത്തേക്ക് അവരുടെയൊക്കെ ചിന്താധാരകളിലൂടെ എങ്ങനെയാണ് അവർ സമൂഹത്തെ മാറ്റിമറിച്ചതെന്നും അത് നമ്മുടെ ഹൃദയത്തെ എപ്രകാരം സ്വാധീനിക്കണമെന്നും മനസ്സിനെ എങ്ങനെ നവീകരിക്കണമെന്നും എങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയണമെന്നുള്ളത് ഈ കൃതികളിലൂടെ അവരുടെ ഓരോരുത്തരുടെയും ആത്മാവിഷ്കാരം കൂടെ ചേർത്തുകൊണ്ട് ആത്മാവിൽ ചാലിച്ച ചില അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊക്കെ പഠിപ്പിച്ചു. അവരൊക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കും. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. എന്നെ പഠിപ്പിച്ചവരെയും പഠിപ്പിക്കാത്തവരൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നു. കാരണം അവിടെയുള്ള ശങ്കരാക്കോളിലുള്ള എല്ലാവരും എന്നെ പഠിപ്പിച്ചവരാണ്. അവരെല്ലാവരും എനിക്ക് വളരെ പേരുണ്ട്. അവരെല്ലാം ഞാൻ ഗുരുക്കന്മാരെന്ന് പറയും. ഒരു ഗുരുവന്ദനം എന്നുള്ളത് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അസറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ 2 സൗഭാഗ്യങ്ങളാണ്. എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും, ഈ ശങ്കരാക്കോളേജിലുണ്ടായിരുന്ന അന്നത്തെ എല്ലാ അധ്യാപകരും എന്നെ വളരെയേറെ സ്നേഹിച്ചു. ഞാൻ ഉഴപ്പിയപ്പോഴും എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നു. ഞാൻ പഠിക്കാതിരുന്ന സമയത്തോ അല്ലെങ്കിൽ അല്പമൊക്കെ ഒരു അശ്രദ്ധ കാണിച്ച സമയത്തോ എന്നെ ഉപദേശിക്കാനും നേർവഴിക്ക് കൊണ്ടുപോകാനൊക്കെ അവരൊക്കെ കാണിച്ച ആ വലിയ സ്നേഹത്തെ, ആ കരുതലിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ പ്രിയ കുട്ടികളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. എനിക്ക് പഠിക്കണം, എനിക്ക് വളരണം, എനിക്ക് നന്നാകണം, എനിക്ക് ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ കഴിയണം. ഞാൻ ഈ ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന വെറും ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ ഈ ചരിത്രത്തിൽ സംഭാവനകൾ സമർപ്പിച്ച് കടന്നു പോകുന്നവനാണ്. ചരിത്രം എന്നെ കൊണ്ട് സൃഷ്ടിക്കാനാവും. ചരിത്രത്തെ ഞാൻ പുനർവായന നടത്തും. ചരിത്രത്തെ ഞാൻ പുനഃസൃഷ്ടിച്ചതിന് ശേഷമേ എൻ്റെ ജീവിതത്തിൻ്റെ ഈ അന്ത്യം സംഭവിക്കുകയുള്ളൂ. ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. ഇതാണ് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ആ ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ലക്ഷ്യം എളുപ്പമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എളുപ്പമാണ്. കേവലമായൊരു ജോലി കിട്ടി കുറച്ച് ശമ്പളം കിട്ടി ജീവിച്ചു പോകാന്നുള്ളതല്ല. യെസ്, നമുക്ക് ചില കാൽപ്പാടുകൾ, പാദമുദ്രകൾ ഇവിടെ അവശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ പാദമുദ്രകൾ അവശേഷിപ്പിക്കാനായിട്ട് ഡോക്ടർ അബ്ദുൽ കലാം നമ്മെ എപ്പോഴും ഓർപ്പിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പത്രത്തോടെ ഞാൻ അവസാനിപ്പിച്ചോളാം. അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നതുകൊണ്ട് കൂടിയാണ്. ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, മൗലിക ധർമ്മങ്ങൾ. ആ മൗലിക ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരു പൗരൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മൗലിക അവകാശങ്ങൾ നാണയത്തിൻ്റെ ഒരു വശമാണ് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ മറുവശങ്ങളുടെ കൂടിയാണ്. അതിൻ്റെ ഒരു കർത്തവ്യമാണ് ടു സ്ട്രൈവ് ഫോർ എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി സോ ദാറ്റ് ദ നേഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽ ഓഫ് എൻഡവർ ആൻഡ് അച്ചീവ്മെൻറ്റ്. ഏത് കാര്യവും ഏറ്റവും നന്നായി ചെയ്യണം. എങ്ങനെയും ചെയ്യുക എന്നുള്ളതല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത്. എങ്ങനെയും ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. ചെയ്യുന്ന ഏത് കാര്യവും, ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ട ഏത് കാര്യവും, ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ഏത് കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുക. ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്, എബിലിറ്റി ആൻഡ് ബിലീഫ്. ഞങ്ങൾ ജഡ്ജിമാർ സത്യപ്രതിജ്ഞ എടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു പദമാണ് ഞാൻ ഉപയോഗിച്ചത്. ഐ വിൽ ഡിസ്ചാർജ് മൈ ഡ്യൂട്ടീസ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ ഇൻഫർമേഷൻ, നോളജ് ആൻഡ് ബിലീഫ്. എൻ്റെ അറിവിലും എൻ്റെ ബോധ്യത്തിലും എൻ്റെ പഠനത്തിലും ഒക്കെ പെട്ടോടത്തോളം എൻ്റെ ബെസ്റ്റായിട്ട് ഞാൻ നിർവഹിച്ചിരിക്കും.
അപ്പോൾ നമ്മളൊരു കാര്യം ഒരു ജഡ്ജ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ജഡ്ജിക്ക് തോന്നണം ഇതിനേക്കാൾ നന്നായിട്ട് അത് എഴുതാൻ പറ്റുമായിരുന്നില്ല. ഒരു പരീക്ഷ എഴുതിയാൽ നിങ്ങൾക്ക് തോന്നണം ഇതിനേക്കാൾ നന്നായിട്ട് പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നില്ല. അതുമാതിരി അത് പഠിക്കണം. അതാണ് പരിശീലനം. അങ്ങനെ ഏത് കാര്യവും നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം, പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും കളിക്കുന്ന കാര്യത്തിലാണെങ്കിലും വിനോദങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യുക. മേക്ക് ഇറ്റ് ആസ് പെർഫെക്റ്റ് ആസ് പോസിബിൾ. നോട്ട് ടു ഡു സംതിങ് സംവെയർ നോ, അതല്ല. എങ്ങനെയും എന്തും എപ്പോഴും അതല്ല. ജീവിതത്തിൽ ഒരു ക്രമം ഉണ്ടാവണം. ആ ക്രമം നമ്മളെ നയിക്കും. ജീവിതത്തിൽ ക്രമം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ ക്രമത്തിന് നമ്മെ നയിക്കാനും സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ക്രമമില്ലാതിരിക്കുമ്പോഴാണ് നമ്മളും വഴി തെറ്റിപ്പോകുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, വഴി ഏതെന്നറിയണം. ആ വഴിയെ നമ്മൾ പോകണം. ആ വഴി തെറ്റാൻ സാധ്യതയുള്ളപ്പോൾ ഗുരുമുഖത്തേക്ക് നമ്മൾ നോക്കണം. ആ ഗുരുമുഖത്തു നിന്നും നമ്മൾ ആ വഴിയുടെ ആ ദിശാബോധം എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരും ഗുരുക്കന്മാരുമാണ് ദിശാബോധം നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത്. ആ ദിശാബോധം, അവർ തന്ന ആ ദിശാബോധം, അവരുടെ ആ മുഖം നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലോ വഴി തെറ്റാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിലോ ഒക്കെ ഈ മുഖം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. ആ ഗുരുമുഖം, ആ മാതാപിതാക്കന്മാരുടെ മുഖം നമ്മുടെ മനസ്സിൽ തെളിയുമ്പോൾ നമ്മുടെ ദിശ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. വഴി തെറ്റുകയില്ല, വഴിയെ തന്നെ നമ്മൾ പോവുകയും ചെയ്യും. വഴിയെ പോയി ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് ലെറ്റ് us all strive to excel in all spheres of individual and collective activity so that by our contribution the nation constantly rises to higher level of endeavor and achievement. നമുക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണ്ടേ? ഈ സമൂഹം ഇങ്ങനെ പോയാൽ മതിയോ? ഈ സമൂഹം ഇനിയും നന്നാവണ്ടേ? അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് ചെയ്യാൻ കഴിയും. യെസ്, ഐ ക്യാൻ ഡു, ഐ വിൽ ഡു ആൻഡ് ഐ മസ്റ്റ് ഡു. എനിക്ക് ചെയ്യാൻ കഴിയും, ഞാനത് ചെയ്യണം, ഞാനത് ചെയ്തിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു സമൂഹത്തിന് ഒരു സാമൂഹിക ധർമ്മങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും. നമുക്കൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയവരല്ല. എന്തിനാ പഠിക്കുന്നത് ജോലി കിട്ടാൻ വേണ്ടി മാത്രമല്ല. പഠിക്കുന്നത് ഈ അറിവ് കിട്ടി, പരിശീലനം കിട്ടി, എന്നിട്ട് ഈ സമൂഹത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൻ്റെ അന്ധകാരം മാറ്റി സമൂഹത്തെ നന്മയിലേക്ക്, പുരോഗതിയിലേക്ക്, ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്ക്, ആ ഒരു ഹൃദയ വിശാലതയിലേക്ക്, ആ ഒരു നല്ല സാമൂഹിക ക്രമത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്നല്ല നമ്മൾ പറയുന്നത്. ആൻഡ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എല്ലാവരെയും സമഭാവനയോടെ കാണാൻ. ഒരാളുടെ ജാതി നോക്കിയിട്ടോ, മതം നോക്കിയിട്ടോ, വർഗം നോക്കിയിട്ടോ, പണാധിപത്യം നോക്കിയിട്ടോ, മസിൽ പവർ നോക്കിയിട്ടോ, ഭാഷ നോക്കിയിട്ടോ, ശാരീരിക ഭംഗി നോക്കിയിട്ടോ, ജെൻഡർ നോക്കിയിട്ടോ അല്ല, വ്യക്തിയായിട്ട് കാണാനും ഉള്ള ഒരു തുറവി നമുക്ക് കിട്ടണം. നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കാലത്ത് ശ്രീശങ്കര കോളേജ് പോലുള്ള കലാലയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ കിട്ടിയതിനെക്കുറിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അവിടെയൊക്കെ പഠിച്ചത് വഴിയായിട്ട് യഥാർത്ഥത്തിൽ സാഹോദര്യം എന്താണെന്നും, യഥാർത്ഥത്തിൽ നമ്മുടെ സമത്വം എന്താണെന്നും, യഥാർത്ഥത്തിൽ സമഭാവന എന്താണെന്നും ഒക്കെയുള്ള വലിയൊരു വിശാലത നമുക്ക് കിട്ടുകയാണ്. ആ ഹൃദയ വിശാലതയാണ് ഈ പൊതുജീവിതത്തിലേക്ക് എന്നെ ഇറങ്ങാൻ സഹായിച്ചതും ആ പൊതുജീവിതത്തിൽ നിന്ന് കിട്ടിയ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു അഭിഭാഷ വൃത്തിയിലേക്കും അഭിഭാഷ വൃത്തിയിൽ നിന്ന് ഈ ന്യായാധിപ സ്ഥാനത്തേക്ക് പോകാനൊക്കെ സഹായിച്ച് നന്ദിയോടെ അവിടെ നിന്നൊക്കെ കിട്ടിയ ആ നല്ല വിത്തുകൾക്കായിട്ട് നന്ദി പറയുന്നു. ആ വിത്തുകൾ എന്നിൽ വിതച്ച പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ നന്ദിയോടെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, കാലടി ശ്രീശങ്കര കോളേജ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കോളേജാണ് എല്ലാ അർത്ഥത്തിലും. ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് നിങ്ങൾ എന്നും നന്ദിയോടെ ഈ കലാലയത്തെ ഓർക്കുക. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ആ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾ സമീപിക്കുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടത്, ഗുരുമുഖത്ത് നിന്ന് കിട്ടേണ്ട വിദ്യ നിങ്ങൾ നേടിയെടുക്കുക. ആ വിദ്യ നേടിയെടുത്തുകൊണ്ട് കേവലമായിട്ട് പരീക്ഷയിൽ എങ്ങനെ ജയിക്കുക എന്നുള്ളതല്ല, ജീവിതമാകുന്ന പരീക്ഷയിലും പരീക്ഷണത്തിലും ജയിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശീലനം നേടുക. അഭ്യാസങ്ങളല്ല, അഭ്യസിക്കൽ നമുക്ക് വേണ്ടത്. വിദ്യ എന്നുള്ളത് മാനേജിങ് ദി അൺനോൺ ആണ്, അല്ലേ? വിസ്ഡം ദാറ്റ് ഈസ് നോൺ. വിദ്യയെ രണ്ട് ഡെഫിനിഷനോടെ പറയട്ടെ. ഒന്ന് ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആണ് ഈ വിദ്യ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മാനേജിങ് ദി അൺനോൺ ആണ്. അപ്പോൾ കേവലമായ അറിവ് പഠിച്ചു കഴിഞ്ഞിട്ട് ആ അറിവിനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. അപ്പോൾ അറിവിനെ ഉപയോഗിക്കാൻ കഴിയണം. അത് പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അത് ഗുരുവിനാണ് പരിശീലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഗുരു എന്ന് പറയുന്നത് അറിവ് പറഞ്ഞു തരുന്നവൻ മാത്രമല്ല, പരിശീലനം പകർന്നു തരുന്നവനോട് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആത്മാവിലെ അനുഭവങ്ങൾ ചേർത്ത് ചാലിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന എൻ്റെ ഗുരുക്കന്മാരെ കുറിച്ചാണ് ഓർക്കുന്നത്. രണ്ടാമത്തേത് മാനേജിങ് ദ അൺനോൺ. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണം, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാവും. എപ്പോഴും ഉണ്ടാവും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്.
ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ആ തീരുമാനങ്ങളുടെ ആ കവലയിൽ നിന്നിട്ട് എങ്ങോട്ട് തിരിയണം എന്നറിയാതെ വിഷമിക്കുമ്പോൾ ഈ അറിവിനെ ഓർക്ക്. ആ അറിവിൽ നിന്ന് ജ്ഞാനമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ ബുദ്ധിയിലേക്കും ആ ജ്ഞാനമായിട്ട് ഈ ഗുരുക്കന്മാർ പകർന്നു നൽകിയ ജ്ഞാനത്തെ ഓർക്കണം. അവിടെയാണ് നമുക്ക് എപ്പോഴും ഒരു ദിശാബോധം കിട്ടുക, നമ്മുടെ വഴി തെളിഞ്ഞു വരിക. അപ്പോൾ മാനേജിങ് ദ അൺനോൺ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, ഇത് രണ്ടും നമ്മുടെ അറിവിലൂടെ നമുക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ഈ കലാലയത്തിലൂടെയും ഇവിടുത്തെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരിലൂടെയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യ അഭ്യസിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെ മിടുക്കനാവുക മാത്രമല്ല, നല്ലവരായി മിടുക്കരാവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. വെറും ശക്തരാവുകയല്ല, നല്ലവരായ ശക്തരാവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയങ്ങളും എല്ലാ ഭാവങ്ങളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. പ്രസിദ്ധമായ ശ്രീശങ്കര കോളേജിലേക്ക് കടന്നു വരുന്ന എല്ലാ നവാഗതർക്കും ഞാനും സ്വാഗതമരുളുകയാണ്. ഈ കലാലയത്തിലേക്ക് കടന്നു വരുന്ന നവാഗതരെ സ്വാഗതം വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലും ഒട്ടേറെ ഗ്രഹാതുരത്വമുണ്ട്. ഞാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ കലാലയത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. എൻ്റെ കോളേജ് ജീവിതവും ഈ കലാലയത്തിലെ അന്തരീക്ഷവും ആ ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യവും സൗഭാഗ്യവും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഒരു പൊതുപ്രവർത്തകനായി പിന്നീട് മാറിയെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നതും സംതൃപ്തി നൽകുന്നതും അതുപോലെ തന്നെ അനുഭവങ്ങൾ അയവിറക്കാൻ കഴിയുന്നതും ശ്രീശങ്കര കോളേജിലെ 3 വർഷക്കാലത്തെ വിദ്യാർത്ഥി ജീവിതമാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എൻ്റെ സഹപാഠികൾ, ആ കോളേജിൻ്റെ അന്തരീക്ഷം, അതിലൂടെ എനിക്ക് ആർജിക്കാൻ കഴിഞ്ഞ അറിവും വിവരവും വിവേകവുമെല്ലാം ഇന്നും എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ശക്തി പകരുന്ന ഒന്നതാണ്. ഞാൻ പഠിച്ച കലാലയത്തേക്കാൾ കൂടുതൽ ആ കലാലയത്തിന് വളർച്ചയുണ്ടായി, കെട്ടിലും മട്ടിലും. അന്നും ഇന്നും ശ്രീശങ്കര കോളേജ് കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ ഒരു കോളേജായി എന്നും തലയുയർത്തി നിൽക്കുന്നു. ഇന്ന് പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമാണ്. ഒരു കലാലയത്തിലേക്ക് കടന്നു വന്ന് ഒരുമിച്ച് കൂട്ടുകൂടി പരസ്പരം കളിച്ചും ചിരിച്ചും അധ്യാപകരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ പങ്കിട്ട് മുന്നോട്ട് പോകുന്ന അനുഭവം മറ്റൊന്നാണ്. ആ കോളേജിൻ്റെ മഹനീയമായ അന്തരീക്ഷത്തിൽ, സൗന്ദര്യമുള്ള ആ കോളേജിൻ്റെ പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി ഒരിക്കൽ കൂടി ആശയങ്ങൾ പങ്കിടാനും നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം സമ്പുഷ്ടമാക്കാനും നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കലാലയത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എൻ്റെ മുന്നിലൂടെ എനിക്ക് ഓർക്കാൻ കഴിയും ആ കോളേജിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകർ പലരും ഇന്നില്ല, പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. നമ്മളിൽ നിന്ന് വിട്ടുപോയ ആദരണീയരായ എൻ്റെ അധ്യാപകരുടെ പാവനസ്മരണയ്ക്ക് ഞാൻ ആദരാർപ്പിക്കുന്നു. ഈ ശ്രീശങ്കര കോളേജിന് എല്ലാ വളർച്ചയും ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. ഒരു കോളേജിൻ്റെ കരുത്ത്, ഒരു കോളേജിൻ്റെ ശക്തി അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ആ കരുത്തും ശക്തിയുമായി നിങ്ങൾക്ക്, ആ കോളേജിനും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാനും ആശംസകൾ നേരുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.